ഇന്ത്യ-യു.എസ് വ്യാപാര സംഘർഷം ദിനംപ്രതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾക്കെതിരെ കൃത്യമായും തിരിച്ചടിക്കുകയാണ് കേന്ദ്രം. കഴിഞ്ഞ ദിവസം ട്രംപ് യു.എസിലെ ചില മാധ്യമങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചതിനു പിന്നാലെയാണ് ഇന്ത്യയിലും മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണത്തിനെതിരെ സർക്കാർ പ്രതികരണം നടത്തിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അമേരിക്കൻ ബന്ധം ഉലയുന്നതിനിടെ അമേരിക്കയുമായുള്ള പ്രതിരോധ ഇടപാടുകൾ നിർത്തിവെച്ചു എന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് അമേരിക്കയുമായുള്ള പ്രതിരോധ ഇടപാടുകൾ ഇന്ത്യ നിർത്തിവെച്ചു എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത് സത്യമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് കെട്ടിച്ചമച്ചെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കിയെന്ന വാർത്തകൾ കേന്ദ്രം തള്ളിയിട്ടില്ല. പ്രതിരോധ മന്ത്രിയെ വരുന്ന ആഴ്ച യു.എസിലേക്ക് അയക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നടത്തിയ സന്ദർശനത്തിന്റെ തുടർച്ചയായുള്ള സന്ദർശനമായിരുന്നു പ്രതിരോധ മന്ത്രിയുടേത്. മോദിയുടെ സന്ദർശന വേളയിൽ ധാരണയിലെത്തിയിരുന്ന ആയുധ കരാറുകളിലടക്കം ഒപ്പുവയ്ക്കാനും അവ പ്രഖ്യാപിക്കാനുമായിരുന്നു രാജ്നാഥ് സിംഗിന്റെ യാത്ര. എന്നാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന സൂചനയാണ് രാജ്നാഥിന്റെ യാത്ര റദ്ദാക്കിയതിലൂടെ പുറത്തുവരുന്നത്. തീരുവ വിഷയത്തിൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടി മാത്രമേ കൈക്കൊള്ളൂ എന്നും സ്ഥിതി സംയമനത്തോടെ കൈകാര്യം ചെയ്യുമെന്നാണ് കേന്ദ്രത്തിന്റെ പരസ്യ നിലപാട്. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നതെന്നും വ്യക്തം. മറ്റേതെങ്കിലും രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധവും അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യം ട്രംപിനില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ച ഇന്ത്യ തയ്യാറാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. റഷ്യയുമായി ഇന്ത്യക്ക് പരമ്പരാഗത ബന്ധമുണ്ട്. ഒരുപാട് വർഷങ്ങൾ നീണ്ട വ്യാപാര ബന്ധമാണിത്. എണ്ണയും ആയുധങ്ങളുമെല്ലാം കാലങ്ങളായി റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നുമുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള നിരവധി ആയുധങ്ങൾ, മുങ്ങിക്കപ്പലുകൾ തുടങ്ങിയവയെല്ലാം റഷ്യയിൽ നിന്ന് വാങ്ങിയവയാണ്. റഷ്യയുമായുള്ള ആയുധ കരാറും വ്യാപാര ബന്ധവും അതുകൊണ്ട് തന്നെ ഇന്ത്യ തുടരുകയും ചെയ്യും. ഡൊണാൾഡ് ട്രംപ് എന്തു പറഞ്ഞാലും റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം നിർത്തിവെക്കില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. പക്ഷേ പരസ്യമായി വെല്ലുവിളിച്ച് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ ഇന്ത്യ താൽപര്യപ്പെടുന്നുമില്ല. മന്ത്രിമാരടക്കമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. പരസ്യവാഗ്വാദം ഇക്കാര്യത്തിൽ അമേരിക്കയുമായി വേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. അമേരിക്കയുമായി പരസ്യ ഏറ്റുമുട്ടലില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ബ്രസീൽ പ്രസിഡന്റുമായി ഇന്നലെ രാത്രി 1 മണിക്കൂറിലേറെ പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഈ സംഭാഷണത്തിൽ ബ്രിക്സുമായി ചേർന്ന് നിൽക്കുമെന്നാണ് ഇന്ത്യ ഉറപ്പ് നൽകിയത്. ഇന്ന് ചൈനയും ഇന്ത്യക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. അതേസമയം ന്യൂഡൽഹി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള യു.എസ് തീരുമാനം ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന ആഗോള വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ആർക്കും മുന്നിൽ മുട്ടുകുത്തുകയില്ല. ഉച്ചകോടിയിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയതാണ്. ആഗോള വ്യാപാര കൂട്ടായ്മകളുമായുള്ള ഇന്ത്യയുടെ ഭാവി ഇടപെടലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്യം ഇന്ന് വളരെ ശക്തവും ആത്മവിശ്വാസവും ഉള്ളതാണ്. പ്രതിവർഷം 6.5% വളർച്ച കൈവരിക്കുന്നുവെന്നും കൂടുതൽ ത്വരിതപ്പെടുത്താൻ തയ്യാറാണെന്നും ഗോയൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.